ഗൈസ്, അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് ജപ്പാനിലെ ഗേറ്റ് മാൻ ഇല്ലാത്ത ഗേറ്റ്, റെയിൽവേ ഗേറ്റ് കണ്ടോ. ഇപ്പൊ സിഗ്നൽ കണ്ടോ, വലതുവശത്തേക്ക് മാത്രം ട്രെയിൻ ഉണ്ട്. രണ്ട് വശത്തേക്കും ട്രെയിൻ ഉണ്ടെങ്കിൽ രണ്ട് ആരോമാർക്കും അവിടെ കത്തും. അപ്പൊ നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാട്ടോ. ഓട്ടോമാറ്റിക്കലായി ക്ലോസ് ചെയ്തു. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ലേറ്റ് ആയി പോയി. വരട്ടെ, ട്രെയിൻ വരട്ടെ. അല്ലേ, സിഗ്നൽ മാറി. ഇപ്പൊ രണ്ട് സൈഡിലേക്കും ട്രെയിൻ ഉണ്ട്. വലതുവശത്തേക്കുള്ളത് ഇപ്പൊ അതേ പോയി. ഇനി ഇടതുവശത്തേക്കുള്ളത് ഇപ്പൊ വരും. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ട്രെയിനുകൾ അങ്ങോട്ട് പാസ് ചെയ്യും. ഇതാണല്ലോ ജപ്പാനിലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പുരോഗമനം എന്നൊക്കെ പറയുന്നത്. 2050 ജപ്പാൻ ജീവിക്കണമെന്നൊക്കെ പറയുന്നത് ആണ്. നമ്മുടെ നാട്ടില് ഗേറ്റ് ട്രെയിൻ ഒരു സ്ഥലത്ത് എത്തിയാലാണ് നമ്മുടെ അവിടെയൊക്കെ ഗേറ്റ് തുറക്കുള്ളൂ. രണ്ടാമത്തെ ട്രെയിൻ ഉണ്ടാ, 1 മിനിറ്റിനുള്ളിൽ. ഇപ്പൊ വീഡിയോ എടുത്തു തുടങ്ങിയിട്ട് 1 മിനിറ്റായി. 2 ട്രെയിൻ പോകാനായിട്ട് ഇവിടെ എത്ര സമയം എടുക്കണേന്ന് നമുക്ക് കാണാം. രണ്ടാമത്തെ ട്രെയിൻ ഇവിടുന്ന് പാസ്സായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും. കഴിഞ്ഞു ഗൈസ്, അങ്ങനെ നമുക്ക് പോവാം ഗൈസ്. സോ ഇതാണ് ജപ്പാനിലെ റെയിൽവേ ഗേറ്റ്, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഇല്ലാത്ത റെയിൽവേ ഗേറ്റ്. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.